ദിലീപിന്റെ ശബരിമല VIP ദർശനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. ദേവസ്വം ബോർഡ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഇന്നലെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിശദമായ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട്. അഖിൽ, നിലവിൽ സന്നിധാനത്ത് ആർക്കും VIP പരിഗണന ഇല്ല എന്ന് ദേവസ്വം ബോർഡ് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നടന്നത് അതിന് വിപരീതമായിട്ടാണ്. പ്രാഥമികമായ റിപ്പോർട്ടൊക്കെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് CCTV ദൃശ്യങ്ങൾ, VIP ദർശനത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ സമർപ്പിക്കും. എന്ത് നിലപാടായിരിക്കും കോടതി എടുക്കുന്നതെന്നാണ് നോക്കിക്കാണേണ്ടത്. രജനി, ശബരിമല ദർശനത്തിനെത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും ഒരുപോലെ ദർശനത്തിനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരു നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ചലച്ചിത്ര താരമായ ദിലീപ് ശബരിമലയിൽ ദർശനത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്നതിന് മുമ്പാണ് ശബരിമല ദർശനത്തിനായി സിവിൽ ദർശനം വഴി ദിലീപ് സന്നിധാനത്തേക്ക് എത്തുന്നത്. അവിടെ പോലീസുകാരുടെയും ദേവസ്വം ജീവനക്കാരുടെയും ഒക്കെ തന്നെ സഹായത്തോടു കൂടി സോപാനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഹരിവരാസനം ആരംഭിക്കുന്ന മുതൽ അവസാനിക്കുന്നത് വരെ ഒരു 10 മിനിറ്റ് നേരം ദിലീപ് മുമ്പിൽ നിന്ന് ഭഗവാനെ തൊഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. കോടതി ഇതിൽ പ്രധാനമായും പറയുന്നത് ഒരു VIP പരിഗണന കൊടുത്ത് ദിലീപിനെ സോപാനത്തിന് മുമ്പിൽ നിർത്തി തൊഴിയിക്കുന്ന സമയത്ത് അവിടെ എത്തിയ മറ്റു അയ്യപ്പ ഭക്തർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്നു, ദർശനത്തിന് തടസ്സം നേരിട്ടു എന്നതാണ് പ്രധാനമായും കോടതിയും അതിൽ നോക്കിക്കാണുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് കോടതിയും ഈ കാര്യത്തിൽ ഒരു വിശദീകരണം ദേവസ്വം ബോർഡിനോട് ആരാഞ്ഞിരിക്കുന്നത്. അതിൽ പ്രാഥമികമായ ഒരു അന്വേഷണം, അതായത് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗം പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. വിശദമായിട്ടുള്ള റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കുമെന്നതാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇന്ന് ദേവസ്വം ബോർഡ് ഈ ശബരിമല ശ്രീകോവിൽ പരിസരത്തുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും കോടതിയിൽ സമർപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇന്ന് CCTVയുടെ മുഴുവൻ ഫുട്ടേജുകളും കോടതിക്ക് മുമ്പാകെ ദേവസ്വം സമർപ്പിക്കുന്നുണ്ടാകും. ആ CCTV പരിശോധിച്ചതിന് ശേഷം പ്രാഥമികമായ ഈ അന്വേഷണം കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കോടതി ഒരു നടപടിയിലേക്ക് പോവുക. എന്തായാലും ശബരിമല ദർശനത്തിലേക്ക് എത്തുന്ന ആൾക്കാർക്ക് VIP പരിഗണന നൽകാൻ സാധിക്കില്ല എന്നൊരു നിലപാടാണ് കോടതി സ്വീകരിക്കുന്നത്. പക്ഷേ ചില പ്രമുഖരായ വ്യക്തികൾ എത്തുന്ന സമയത്ത് VIP പരിഗണന നൽകുന്നില്ല എങ്കിൽ പോലും കോടതിക്ക് അവരെ ഈ ക്രൗഡിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനെയും ന്യായീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. രജനി, അഖിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.